വടക്കൻ കേരളത്തിൽ ആണ് ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെയുള്ള ഒരു കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ മഴയുണ്ടോ അതോ തെളിഞ്ഞ കാലാവസ്ഥയാണോ? മറ്റ് ഏതെല്ലാം മേഖലകളിൽ ഇപ്പോൾ പ്രശ്നങ്ങളോ മഴയോ അങ്ങനെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്? വിവരങ്ങൾ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? പ്രിയ, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം അതിതീവ്ര മഴയ്ക്ക് സാധ്യത കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ്. ഇന്നലെ രാത്രി മുതൽ ഇടവിട്ട് ശക്തമായ മഴ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയും ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലെ കോഴിക്കോട് ജില്ലയിലെ കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. മഴ മൂടിക്കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ തന്നെ ഗ്രാമീണ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലൊക്കെ തന്നെയും മഴ ഇടവിട്ട് പെയ്യുകയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള നാശനഷ്ടങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും തന്നെയും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വനത്തിനുള്ളിലൊക്കെ തന്നെയും മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ട്. ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടലൊക്കെ തന്നെയും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയും മഴക്കെടുതികളോ ഒന്നും തന്നെയും കോഴിക്കോട് ജില്ലയിൽ എവിടെയും ഇല്ല. മലബാർ മേഖലയിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാ നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി പാലിക്കണം എന്നതാണ് പറയാനുള്ളത്. ഈ മത്സ്യബന്ധനത്തിനുള്ള, അതായത് ഈ മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ടുകളൊക്കെ തന്നെയും സുരക്ഷിതമായി സൂക്ഷിക്കണം. ഈ വെള്ളം കയറാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ തന്നെയും ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സ്വീകരിക്കണം. ജില്ലാ ഭരണകൂടം നിലവിൽ എല്ലാ തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതായത് നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ മഴ ശക്തിയായി ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും ആളുകളെ മാറ്റി പാർപ്പിച്ചിരുന്നു. ഇപ്പോഴും അത്തരം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആളുകളെ കൃത്യമായി മാറ്റി പാർപ്പിക്കേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഈ സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ. ശരി, മഴ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് കോഴിക്കോട് നിന്ന് മേഘയും തിരുവനന്തപുരത്ത് നിന്ന് ഷീജയും നൽകിയത്.